ഞാൻ റോയ് തോമസ്, പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കറിയാം 1984 ധീരരായ 4 ചെറുപ്പക്കാർ, ഇന്നത്തെ ബ്രില്യൻ ഡയറക്ടേഴ്സ്, വിധിയുമായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പിൻ്റെ പരിണിത ഫലമാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. 1984 തന്നെയാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം കാമ്പസിലെ എൻ്റെ പഠനം പൂർത്തിയാക്കി പാലായിലെത്തുന്നത്. ആ വർഷം തന്നെ ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രം എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം കൂടിയാണ്. കാരണം കഴിഞ്ഞ 39-40 വർഷമായി ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ കൂടെയായിരുന്നു. അപ്പം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ എല്ലാ സംഭവ വികാസങ്ങളിലും പങ്കാളിയാകാനും ഭാഗഭാക്കാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ഒരു 6 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് 1984 മുതൽ 90 വരെയുള്ള ഒരു പീരീഡ് ഓഫ് സ്ലോ ഗ്രോത്ത് എന്ന് നമുക്ക് ആ ചാപ്റ്ററിനെ വിളിക്കാം. പിന്നീട് 1990 മുതൽ 2000 വരെ ഇറ്റ്സ് എ പീരീഡ് ഓഫ് സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് ഗ്രോത്ത്, ആ ചാപ്റ്ററിനെ നമുക്ക് അങ്ങനെ വിളിക്കാം. 2000 മുതൽ 2010 വരെ ഇറ്റ്സ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത്. ആൻഡ് 2010 മുതൽ 19 വരെ ബോൾഡ് ഇനീഷ്യേറ്റീവ്സിൻ്റെ ഒരു പീരീഡ്. ആൻഡ് അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ പീരീഡും കൂടിയായിരുന്നു. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ബോൾഡ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. 2019 മുതൽ 2021 വരെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തെ നമുക്ക് പീരീഡ് ഓഫ് ഗ്രോത്ത് ഇൻ ദ ന്യൂ നോർമൽ, കോവിഡ് പശ്ചാത്തലത്തിൽ ന്യൂ നോർമൽ എന്നൊരു സങ്കല്പം നിലവിൽ വന്നു. അതിൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഗ്രോത്ത് 2021 മുതൽ 2023 വരെ ഈ പ്രസൻറ്റ് സമയം, അത് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടും. 1984 ഞാൻ പറഞ്ഞു ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ആരംഭിച്ചു. അന്ന് പാലാ അൽഫോൻസ കോളേജിന് എതിർവശത്ത് ഒരു ചെറിയ കെട്ടിടത്തിൽ 1000 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്ത ഒരു വാടക കെട്ടിടത്തിൽ ഒരു ട്യൂഷൻ സെൻ്ററായിട്ടാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ആരംഭിക്കുന്നത്. അതിനുശേഷം 1984 തൊട്ടടുത്തുള്ള സിഗ്മ കോളേജ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കൂടി വാടകയ്ക്കെടുത്ത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ അതിൻ്റെ ട്യൂഷൻ ആക്ടിവിറ്റീസ് വികസിപ്പിക്കുകയുണ്ടായി. 1987 ലോങ് ടൈം വീക്കെൻഡ് ബാച്ചസ്, സാറ്റർഡേ സൺഡേ മാത്രമുള്ള പ്രീ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീക്കെൻഡ് ബാച്ചസ് ആരംഭിക്കുന്നതോടുകൂടിയാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എൻട്രൻസ് രംഗത്തേക്ക് കടന്നു വരുന്നത്. 1988 ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ആദ്യമായിട്ട് റിപ്പീറ്റേഴ്സ് ബാച്ച്. അപ്പം 1988 തുടങ്ങിയ ആ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ്. 1984 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലാ മുനിസിപ്പാലിറ്റിയും സമീപ പ്രദേശത്തും മാത്രം അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിരുന്നെങ്കിൽ 1990-2000 ആയിരുന്നപ്പോഴത്തേക്കും കോട്ടയം ജില്ല മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ വളർന്നു കഴിഞ്ഞിരുന്നു. 1990 പാലാ സെൻറ്റ് തോമസ് കോളേജിന് എതിർവശത്തുള്ള സയൻസ് അക്കാഡമി ബിൽഡിംഗ് കൂടി റെൻറ്റിനെടുത്തതോടെ 3 കെട്ടിടങ്ങളിൽ ഒരേ സമയം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചു. 91 നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സാറ്റലൈറ്റ് കോച്ചിങ് സെൻറ്റർ ആരംഭിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിൽ അവിടുത്തെ സ്റ്റുഡൻസിന് എൻട്രൻസ് രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് അന്ന് ആൻ്റണി നിരപ്പേലച്ചൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിൽ നമ്മുടെ ആദ്യത്തെ സാറ്റലൈറ്റ് കോച്ചിങ് സെൻറ്റർ തുടങ്ങി. 1992 മൂലമറ്റം സെൻറ്റ് ജോസഫ്സ് കോളേജിൽ, അറക്കുളം സെൻറ്റ് ജോസഫ്സ് കോളേജിലും അതുപോലെ തന്നെ തൊടുപുഴ ചാംസ് കോളേജിലും നമ്മുടെ എൻട്രൻസ് രംഗത്തേക്കുള്ള നമ്മുടെ ആക്ടിവിറ്റികൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ വ്യാപിപ്പിക്കുകയുണ്ടായി. എന്നാൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തിൽ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് 1995 CT കൊട്ടാരം കോളേജ്, അരുണാപുരത്തുള്ള CT കൊട്ടാരം കോളേജ് വാടകയ്ക്ക് കിട്ടുന്നതോടുകൂടിയാണ്. അതോടുകൂടി നമുക്ക് നമ്മുടെ റിപ്പീറ്റർ ബാച്ചുകൾ കൂടുതൽ വ്യാപിപ്പിക്കാനായിട്ട് സാധിച്ചു. ആ സമയമായപ്പോഴത്തേക്കും കോട്ടയം ജില്ല മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ മാറി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ധാരാളം സ്റ്റുഡൻസ് വന്നു. 1998 നമുക്ക് എൻട്രൻസ് ടെസ്റ്റ് നടത്തി റിപ്പീറ്റർ ബാച്ചിലേക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടി. ഞാനിപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് കൊട്ടാരം കോളേജിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തിയായിരുന്നു നമ്മൾ ആവശ്യമുള്ള സ്റ്റുഡൻസിന്. എല്ലാവരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ വന്നപ്പോഴത്തേക്കും നമ്മൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഉച്ചവരെ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങും ഉച്ച കഴിഞ്ഞ് എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങുമായി 1999 അവിടം കൊണ്ടും നിൽക്കാതെ വന്നപ്പം
പാല ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള സെൻറ്റ് മേരീസ് കോളേജ് ബിൽഡിങ്ങിൽ കൂടി നമ്മുടെ പ്രവർത്തനം നമ്മൾ വ്യാപിപ്പിക്കുകയുണ്ടായി. അങ്ങനെ 1990-2000 കോട്ടയത്തിനടുത്തുള്ള ജില്ലകളിലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ വളർന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം 2000 മുതൽ 2010 വർഷത്തെ അത് ഒരു പീരീഡ് ഓഫ് റാപ്പിഡ് എക്സ്പാൻഷനായിരുന്നു. 2000-ആയപ്പോഴത്തേക്കും നമ്മുടെ സാറ്റലൈറ്റ് കോച്ചിങ് സെൻറ്ററുകൾ തെങ്ങണയും ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലും അതുപോലെ ചെത്തിപ്പുഴ പ്ലാസിഡ് വിദ്യാവിഹാറിലും ഒക്കെ നമ്മൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളിലുമായിട്ട് നമ്മൾ കടന്നു ചെല്ലുകയുണ്ടായി. 2004 നമ്മൾ ആദ്യമായിട്ട് ഒരു എംബളം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഇന്ന് കാണുന്ന എംബളം അതിൻ്റെ ഒരു ആദ്യത്തെ ഫോം അതിൽ അല്പം മാറ്റം വരുത്തിയാണ് ഇന്ന് കാണുന്ന നമ്മുടെ എംബ്ലം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. 2005 നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. കാരണം അന്നാണ് ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് റാങ്ക് ബ്രില്യൻറ്റിലെത്തുന്നത്. 2005 നിന്നോയ് കല്ലമ്പള്ളി എൻജിനീയറിംഗ് എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയതോടുകൂടി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രശസ്തി കേരളം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി. അപ്പം ഈ ഒരു 2000-2010 കാലം എന്ന് പറയുന്നത് ബ്രില്യൻ്റ് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അതുപോലെ അർജുൻ ബാലകൃഷ്ണൻ മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസിൽ സെക്കൻഡ് റാങ്ക് മാറി. 2005 നമ്മൾ ആദ്യമായിട്ട് ഒരു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. 2006 അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം. മുത്തോലി ക്യാമ്പസ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. സ്വന്തമായി ഒരു ക്യാമ്പസ് നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് സ്വന്തമായി ഒരു ക്യാമ്പസ് ഇല്ലായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു കുറവായിരുന്നു എന്ന് നമ്മുടെ ഡയറക്ടർമാർ മനസ്സിലാക്കിയതിൻ്റെ പരിണിത ഫലമായി നമ്മൾ മുത്തോലിയിൽ സ്ഥലം വാങ്ങി സ്വന്തമായി കെട്ടിടം വെച്ച് മുത്തോലിയിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ബ്ലോക്ക് 2006 നമുക്ക് മുത്തോലി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. 2009 ആയപ്പോഴത്തേക്കും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ തുടങ്ങിയിട്ട് 25 വർഷമായി, സിൽവർ ജൂബിലിയായി. 2009 നമ്മൾ സിൽവർ ജൂബിലി വളരെ വിപുലമായി ആഘോഷിക്കുകയുണ്ടായി. മുത്തോലി ക്യാമ്പസും പാലാരൂപതയുടെ ബിഷപ്പ് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയായിരുന്നു ബ്ലെസ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തത്. 2009 സിൽവർ ജൂബിലിയും അതും പാലാരൂപതയുടെ അഭിമന്യ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്തത്. അപ്പം ആ വർഷം ആയപ്പോഴത്തേക്കും എല്ലാ വർഷവും നമുക്ക് റാങ്കുകൾ എൻജിനീയറിങ്ങിനും മെഡിക്കലും എല്ലാം ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും അതുപോലെ തന്നെ 100-നുള്ളിൽ പല റാങ്കുകൾ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എത്തുകയുണ്ടായി. നമ്മുടെ ബി ബ്ലോക്കിൻ്റെ പണി ആരംഭിച്ചതും ആദ്യമായി ഒരു ബസ് വാങ്ങിയതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പീരീഡിനെ നമുക്ക് പീരീഡ് ഓഫ് റാപ്പിഡ് എക്സ്പാൻഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. 2010-19 ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തിലെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 2010-19 അത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഓൾ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറിയ ഒരു സമയമാണ്. അതിനെ ഞാൻ വിളിക്കുന്ന ഒരു പീരീഡ് ഓഫ് ബോൾഡ് ഇനീഷ്യേറ്റീവ്സ് എന്നാണ്. അപ്പം 2010 നമുക്ക് ഇൻഡിപെൻഡൻറ്റ് IIT വിങ് തുടങ്ങാനായിട്ട് സാധിച്ചു. നമ്മൾ അതുവരെ എൻജിനീയറിംഗ് എൻട്രൻസിൽ നിന്ന് ബാച്ചസിൽ നിന്ന് ടോപ്പായിട്ട് വരുന്ന ഏതാനും സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് അവർക്ക് 1-2 മണിക്കൂർ എക്സ്ട്രാ കോച്ചിങ് കൊടുത്ത് IIT എക്സാമിന് വിടുമായിരുന്നു. പക്ഷേ 2010 നമ്മൾ ഇൻഡിപെൻഡൻറ്റ് IIT ബാച്ച് തുടങ്ങി. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള IIT ചരിത്രത്തെ നമുക്ക് രണ്ടാക്കി തിരിക്കാനായിട്ട് പറ്റും. പ്രീ ബ്രില്യൻ്റ് എറ എന്നും പോസ്റ്റ് ബ്രില്യൻ്റ് എറ എന്നും. പ്രീ ബ്രില്യൻ്റ് എറയിൽ നിന്ന് കേരളത്തിൽ ഏകദേശം 100 മാക്സിമം ഒരു 100 പേർ IITians ഉണ്ടായിരുന്നു. പക്ഷേ 2010 ശേഷം നമുക്ക് സന്തോഷമായിട്ടും അഭിമാനത്തോടെയും പറയാൻ പറ്റും ഏതാണ്ട് 2000-ഓളം IITians ബ്രില്യൻറ്റിൽ നിന്ന് മാത്രം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റ് ബ്രില്യൻ്റ് എറയിൽ കേരളത്തിൽ IIT കിട്ടിയ അഡ്മിഷനുകളുടെ എണ്ണം കേരളത്തിൽ നിന്ന് IITയിലേക്ക് പോയ കുട്ടികളുടെ എണ്ണം വളരെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതൊരു പീരീഡ് ഓഫ് ബോൾഡ് ഇനീഷ്യേറ്റീവ് ആയിരുന്നു 2010-19. പാലായ്ക്ക് പുറത്തെ ആദ്യത്തെ ക്യാമ്പസ് 2012 എറണാകുളം ക്യാമ്പസ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാർ ബാച്ചസായ IIT എയിംസ് ബാച്ചസ് ആദ്യമായി നമ്മൾ ആരംഭിക്കുന്നത് മാന്നാനം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. അത് 2012 അതുപോലെ 2012 മാരി ഗോൾഡ് ഹോസ്റ്റൽ സ്വന്തമായ ബ്രില്യൻറ്റിൻ്റെ ആദ്യത്തെ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് 2012 അതുപോലെ C ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2013.
അപ്പം ഇങ്ങനെ 2010-19 എന്ന് പറയുന്നത് ഒരു ബോൾഡ് ഇനീഷ്യേറ്റീവ്സിൻ്റെ കാലമായിരുന്നു. ഈ ഒരു 2010-19 ഫസ്റ്റ് റാങ്ക് കിട്ടാത്ത ഒരു വർഷവും ബ്രില്യൻ്റ്. ഒന്നെങ്കിൽ മെഡിക്കലിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടിനും നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരു പീരീഡായി തീർന്നു. 2018 നമ്മൾ ആദ്യത്തെ നോൺ കേരളൈറ്റ് ബാച്ച്, ഞാൻ പറഞ്ഞു ഈ ഒരു പീരീഡ് ആയപ്പോഴത്തേക്കും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമായി തീർന്നു. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തിലെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 2019-21 ആൻഡ് ദർ ഇസ് എ പീരീഡ് ഓഫ് ഗ്രോത്ത് ഇൻ ദ ന്യൂ നോർമൽ. നമുക്കറിയാം 2019 കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ എൻട്രൻസ് ആക്ടിവിറ്റീസ് എല്ലാം നിർത്തിവെക്കേണ്ടി വന്നു 2019 കോവിഡിനെ തുടർന്ന്. പക്ഷേ നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയും നമ്മുടെ എല്ലാ സിസ്റ്റവും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പെട്ടെന്ന് മാറാനായിട്ടും പറ്റി. ബ്രില്യൻ ഡയറക്ടേഴ്സിൻ്റെ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ നമ്മൾ നമ്മുടെ എല്ലാ കോച്ചിങ് പ്രോഗ്രാമും ഓൺലൈനിലേക്ക് മാറ്റി അത് വളരെ വിജയപ്രദമായി നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. പുതിയ സ്റ്റുഡിയോസ്, പുതിയ ഇൻട്രാക്റ്റീവ് ബോർഡുകൾ, ഇതെല്ലാം ഇൻട്രാക്റ്റീവ് ബോർഡ് നമ്മൾ 2019 മുമ്പ് തന്നെ നമുക്ക് വന്നിരുന്നു. പക്ഷേ ഈ ഇൻട്രാക്റ്റീവ് ബോർഡ് നമുക്ക് പ്രയോജനപ്പെട്ടത് ഈ കോവിഡ് സമയത്താണ്. നമുക്ക് പുതിയ സ്റ്റുഡിയോകൾ, നമ്മൾ പക്കാ സ്റ്റുഡിയോസ് ഉണ്ടാക്കി, ക്ലാസ് റൂമുകൾ സ്റ്റുഡിയോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു, ഹോസ്റ്റൽ റൂംസ് സ്റ്റുഡിയോ ആക്കി, എല്ലാം 10, 20, 30 സ്റ്റുഡിയോകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു 2019. 2020 ആയപ്പോഴത്തേക്കും നമുക്ക് സോഷ്യൽ മീഡിയ നമുക്ക് വളരെ സജീവമായി. വാട്സപ്പ്, ട്വിറ്റർ, യൂട്യൂബ്, നമ്മുടെ യൂട്യൂബ് ചാനലുകൾ 2020-21 ആയപ്പോഴത്തേക്കും യൂട്യൂബ് ചാനലുകൾ, ജെഇ മെയിന് ചാനലുകൾ, നീറ്റിന് ചാനലുകൾ, ബ്രില്യൻ്റ് യൂട്യൂബ് ചാനൽ, ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു സാന്നിധ്യമായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിച്ചത് 2020-21. 2021 മറ്റൊരു പ്രധാന നേട്ടമെന്ന് പറയുന്നത് നമുക്ക് ഈ ലേണിംഗ് ആപ്പ് പുറത്തിറക്കാനായിട്ട് സാധിച്ചു. ഈ ലേണിംഗ് ആപ്പ് ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസ് കോച്ചിങ് രംഗത്തെ മറ്റൊരു വിജയപ്രദമായ കാൽവയ്പ്പായിരുന്നു. ഈ ലേണിംഗ് ആപ്പോടുകൂടി നമുക്ക് നമ്മുടെ ലോകത്തിൽ ഏത് ഭാഗത്തിരിക്കുന്ന സ്റ്റുഡൻസ്, ഓൺലൈൻ ക്ലാസ് വന്നതോടുകൂടി നമുക്ക് ഒരു ഗ്ലോബൽ ആക്സസ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് ലഭിക്കുകയുണ്ടായി. ഈ ഓൺലൈൻ ക്ലാസ്സസ് വന്നതോടുകൂടി മലയാളികളല്ലാത്തവർ പോലും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമായി 2020-21 മാറി. ഇനി നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഞാൻ എഴുതുന്ന ചരിത്രത്തിലെ അവസാനത്തെ ചാപ്റ്റർ 2021-23 അത് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തിലെ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ അതിനു മുമ്പ് തന്നെ നമ്മൾ തിരുവനന്തപുരം ക്യാമ്പസ് തുടങ്ങി, കൊല്ലം ക്യാമ്പസ് തുടങ്ങി. പക്ഷേ തിരുവനന്തപുരത്ത് പുതിയ മാർ ക്ലിമീസ് സെൻറ്റർ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തൃശ്ശൂർ നമ്മുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയിൽ നമ്മുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമുക്ക് കേരളം മുഴുവൻ പുതിയ ക്യാമ്പസുകളിലൂടെ, അതുപോലെ തന്നെ മറ്റ് റിപ്പീറ്റർ ബാച്ചുകൾ അല്ലെങ്കിൽ നമുക്ക് എറണാകുളത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിപ്പീറ്റർ ബാച്ചുകൾ തിരുവനന്തപുരം മുതൽ തലശ്ശേരി വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പല നമ്മുടെ ക്യാമ്പസുകളിൽ റിപ്പീറ്റർ ബാച്ചുകൾ നമുക്ക് തുടങ്ങുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു പീരീഡിൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ പോസ്റ്റ് കോവിഡ് പീരീഡിൽ നമ്മൾ അവസാനിപ്പിച്ചില്ല. ഇപ്പോൾ അത് രണ്ടും പാരലായിട്ട് നടക്കുകയാണ് നമ്മുടെ എല്ലാ ബാച്ചസിൻ്റെയും. അതിനിടയ്ക്ക് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സുകൾ തുടങ്ങിയിരുന്നു. 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സസ് നമ്മൾ തുടങ്ങിയിരുന്നു. അത് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ്. ക്യാച്ച് ദം യങ് എന്ന പോളിസി വെച്ചിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കൊടുത്ത് അവരൊരു 10ാം ക്ലാസ് 11ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും അവർക്ക് ഈ ഫീൽഡിൽ ഏറ്റവും നന്നായിട്ട് പ്രശോഭിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റുവാനായിട്ട് സാധിച്ചു. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രം ഒറ്റ സെൻറ്റൻസിൽ ഒന്ന് സമ്മറൈസ് ചെയ്യാവോ എന്ന് ആരെങ്കിലും ചോദിച്ചെങ്കിൽ എനിക്കതിന് റെഡിയായിട്ടൊരു ഉത്തരമുണ്ട്. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരു സന്ദേശമാണ്. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഈസ് എ മെസ്സേജ്. കഠിനമായ കാര്യങ്ങൾ കഠിനമായ അധ്വാനത്തിലൂടെ മാത്രമേ നേടാൻ സാധിക്കുമെന്ന് ഉള്ള സന്ദേശം. ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് നൽകുന്ന സന്ദേശം. ടീം വർക്കിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരു ടീമാണ്. ടീം ബ്രില്യൻ്റ് എന്നാണ് നമ്മൾ എല്ലായിടത്തും വയ്ക്കുന്നത്. ഡയറക്ടർമാർ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ ഒറ്റ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം ടീം വർക്കിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന ഒരു സന്ദേശമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. അതുപോലെ തന്നെ
ജീവിതത്തിൽ രൂപയ്ക്കും പൈസയ്ക്കും വാങ്ങാൻ സാധിക്കാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ആദ്യത്തെ വർഷം മുതൽ ചാരിറ്റി വർക്ക്സിന് നമ്മുടെ ഡയറക്ടർമാർ എന്നും ശ്രദ്ധിച്ചിരുന്നു. അത് വീട് വയ്ക്കാനാകട്ടെ, ചികിത്സാ സഹായമാകട്ടെ, പാവപ്പെട്ട പിള്ളേർക്ക് പഠിക്കാനുള്ള സഹായമാകട്ടെ, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്നും എപ്പോഴും ചാരിറ്റി വർക്ക്സിൽ മുൻപന്തിയിലായിരുന്നു. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് 3000-ലധികം പിള്ളേർക്ക് ഭാഗികമായോ പൂർണ്ണമായോ സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ അതുപോലെ ചികിത്സാ സഹായ പദ്ധതി, ഭവന നിർമ്മാണ പദ്ധതി, ഇങ്ങനെയുള്ള എല്ലാവിധമായ ചാരിറ്റി ആക്ടിവിറ്റീസിലും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഇടപെടുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സംഭവബഹുലമായ ചരിത്രമാണ്. 40-ാമത്തെ വർഷത്തിലേക്ക് കയറുകയാണ്. ഈ ചരിത്രം 15 മിനിറ്റിൽ നമ്മൾ സംഗ്രഹിച്ചപ്പം അതിൽ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാലും ഏകദേശം എല്ലാ കാര്യങ്ങളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ചരിത്രത്തിലെ എല്ലാ കാര്യങ്ങളും പറയുവാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ കരുതിയാണ്. താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.